ശ്രീ പി തങ്കച്ചൻ നിയമസഭാ സ്പീക്കറായി, അതോടൊപ്പം മന്ത്രി എന്ന നിലയിലും മാത്രമല്ല, ഇവിടെ ശ്രീ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഓരോ തട്ടിലൂടെയും അദ്ദേഹം വളർന്നു. മണ്ഡലം, ബ്ലോക്ക്, DCC പ്രസിഡന്റ്, KPCC പ്രസിഡന്റ് വരെ സംഘടനാ രാഷ്ട്രീയ നേതൃത്വത്തിലും. എന്നാൽ പെരുമ്പാവൂരിൽ നിന്ന് 4 തവണ നിയമസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഏതാണ്ട് 19 വർഷക്കാലം ആ നിയമസഭാ പ്രതിനിധിയായി പെരുമ്പാവൂരെ പ്രതിനിധീകരിക്കുമ്പോൾ ഈ സഭയുടെ നാഥനായി, അതോടൊപ്പം മന്ത്രിയായി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ഓരോ കക്ഷി നേതാക്കന്മാരും ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. കൃഷിമന്ത്രി എന്ന നിലയിൽ കാർഷിക മേഖലയോട് അദ്ദേഹം കാണിച്ച അനുഭാവപൂർവമായ നീക്കങ്ങൾ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ല. അങ്ങനെ ഓരോ തലത്തിലുമുള്ള പ്രവർത്തനങ്ങളിലൂടെ സഭാ നേതാവായി, സഭയുടെ നാഥനായി അദ്ദേഹം ഇരിക്കുന്ന സന്ദർഭത്തിൽ സഭയെ ഒരുമിച്ച് നയിക്കുവാനും എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുവാനും അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അതോടൊപ്പം ഒരു സമുദായ സ്നേഹി കൂടിയായിരുന്നു. പാത്രിയാർക്കീസ് ബാബായിൽ നിന്ന് കമാൻഡർ പദവി നേടുന്ന സന്ദർഭം, ആ നിലയിലെല്ലാം സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും എല്ലാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ഒരു തേവര കോളേജിൽ പഠിച്ച് നിയമപഠനം പൂർത്തിയാക്കി അഭിഭാഷകനായി തുടരുന്ന സന്ദർഭത്തിൽ രാഷ്ട്രീയ പ്രവേശനത്തിൽ അദ്ദേഹം ഇട നൽകിയെങ്കിൽ എല്ലാവരോടും അദ്ദേഹം പുലർത്തിയ നീതിപൂർവമായ സമീപനവും പ്രവർത്തനവും ഒരു കാലഘട്ടത്തിന് തന്നെ ഓർമ്മകൾക്ക് മുമ്പിൽ ഇന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ശ്രീ പി തങ്കച്ചൻ്റെയും ഓർമ്മകളെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമായി ഇന്ന് നമുക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. ഈ മൂവരുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ്സ് നമിക്കുന്നു.